സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ആലോചിക്കുക ഫേസിൻ്റെ കെയർ മാത്രമാണ്, ഫേഷ്യൽ സ്കിന്നിൻ്റെ കെയർ മാത്രമാണ്. ബോഡി സ്കിന്നിന് നമ്മൾ അത്രയ്ക്കൊന്നും കെയർ ചെയ്യുന്നുണ്ടാവില്ല. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഓരോ ബോഡി പാർട്ടിന്, അതായത് കൈക്ക്, കാലിന്, അങ്ങനെ ബോഡിയുടെ പല സ്ഥലത്തായിട്ട് സ്കിന്നിന് ഓരോ തരം ടെക്സ്ചറും ഓരോ തിക്നെസ്സും ഒക്കെയാണ്. പക്ഷെ അതിനൊക്കെ നമ്മുടെ ഫേഷ്യൽ സ്കിന്നിന് പോലെ തന്നെ കെയർ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനും സ്റ്റൈലിങ്ങിനും ഒക്കെ ഞാൻ കൺസൾട്ടേഷൻസ് എടുക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഇമേജ് മേക്ക് ഓവേഴ്സിലോ അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിൻ്റെ ചേഞ്ച് വരുത്താനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഫേസ് മാത്രമല്ലല്ലോ, ബോഡി കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയിട്ടുണ്ടല്ലോ, അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഫേഷ്യൽ സ്കിൻ കെയർ മാത്രമേ കാണിച്ചിട്ടുള്ളല്ലോ, ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ട് ബോഡിക്ക് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡിക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉള്ളിൽ കഴിച്ചതൊക്കെ, അതായത് വൈറ്റമിൻ സി ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിൽ കഴിച്ചതാണ്. അത് നമ്മൾക്ക് ഫേഷ്യൽ സ്കിന്നിന് മാത്രമല്ല അത് ലൈറ്റൻ ആക്കുക അല്ലെങ്കിൽ ബ്രൈറ്റൻ ആക്കുക, അത് കംപ്ലീറ്റ് ബോഡിയിലാണ് ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഓൾസോ നമ്മുടെ ലിപ്പിനും എല്ലായിടത്തും അത് ഒരേപോലെ ബ്രൈറ്റൻ ആക്കുക ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ചേഞ്ച് കംപ്ലീറ്റ് ബോഡിക്കുള്ളതാണ്. ഹെൽത്തി ആയൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ബോഡിക്കുള്ളതാണ്. വൈറ്റമിൻ സീനെ പോലെ തന്നെ ഞാൻ ഇൻടേക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കൊളാജൻ സപ്ലിമെൻറ്റ്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് നൈറ്റാണ് കൂടുതലും എടുക്കാറുള്ളത്. നൈറ്റിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് കുടിക്കാറാണുള്ളത്. നമ്മുടെ ബോഡിയിലെ ഫേഷ്യൽ സ്കിന്നിനാണ് നമ്മൾ എപ്പോഴും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ബിക്കോസ് അതാണ് ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ളത്. അതായത് ഡെലിക്കേറ്റ് സ്കിൻ അതാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതാണ് പെട്ടെന്ന് ചുളിവുകൾ വരാനും അല്ലെങ്കിൽ സൺ ഡാമേജ് വരാനും ഒക്കെ കാരണമാകുന്നത്, പെട്ടെന്ന് വരുന്നതൊക്കെ ഫേസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യുക എപ്പോഴും ഫേസിനെ. പക്ഷെ ബോഡിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബോഡിക്ക് നമ്മൾ നോർമലി ആരും അത്ര ടേക്ക് കെയർ ചെയ്യാറില്ല. കയ്യിലെയും കാലിലെയും ഒക്കെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നത്, ഭയങ്കര ഹാർഡ് ആവുന്നത് ഒക്കെ നമ്മൾ അധികം അത് ടേക്ക് കെയർ ചെയ്യാത്തത് കൊണ്ടും അതിന് ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടുമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ബോഡി കെയറിനെ കുറിച്ച് തന്നെ പറയാം. ബോഡി കംപ്ലീറ്റ് ബോഡി, അതായത് നമ്മൾ നോർമലി എല്ലാവരും, ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. ചിലരൊക്കെ ആണെങ്കിൽ 2 നേരമൊക്കെ കുളിക്കുന്നുണ്ടാവും, 3 നേരം കുളിക്കുന്നവരുണ്ടാവും ചൂട് കാലത്തൊക്കെ. കുളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മളെപ്പോഴും വിചാരിക്കുക അതിനത്രയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സോപ്പ് ഉപയോഗിച്ചാൽ 99.9% ജേംസിനെയും തുടച്ച് നീക്കാമെന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ഹാർഷായിട്ടുള്ള സോപ്പുകൾ നമ്മളുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല, സ്കിന്ന് ഡാമേജ് ആക്കാൻ കാരണമാവും. എപ്പോഴും നമുക്ക് ബോഡി വാഷസോ ഷവർ ജെല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡവ് പോലെയുള്ള സോപ്പ് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ പലർക്കും ഉള്ള ഒരു സ്വഭാവമാണ്, കുറച്ച് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിക്കണം, അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും, അങ്ങനെയൊക്കെ. പക്ഷെ മാക്സിമം സ്കിന്നിന് ഏറ്റവും നല്ലത്, സ്കിൻ കെയറിന് ഏറ്റവും നല്ലത് നോർമൽ വാട്ടറിൽ കുളിക്കുന്നതാണ്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പോഴ്സിനെ ഒക്കെ അതൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിക്കും ഉണ്ട് സ്കിന്നിനെ പോലെ തന്നെ, അതായത് ഫേഷ്യൽ സ്കിന്നിനെ പോലെ തന്നെ ബോഡിക്കും ഉണ്ട് പോഴ്സൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ മോയ്സ്ചറൊക്കെ പോയിട്ട് കുറച്ചും കൂടി ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമ്മൾ ബോഡിയിൽ തേച്ചൊരച്ച് കുളിക്കുക എന്നൊരു പ്രയോഗം തന്നെ ശരിക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങനെ ഇട്ട് ഹാർഷായിട്ട് തേച്ചൊരയ്ക്കുന്നതും ബോഡിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരുപാട് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒന്ന് കെമിസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി വാഷ് ഉണ്ട്. അതൊക്കെ എന്താ പറയുക, എപ്പോഴും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അതൊന്ന് ക്ലീൻ ആക്കി വെക്കും. അതായത് ഭയങ്കരമായൊരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡെഡ് സ്കിൻ സെൽസിനെ ഒക്കെ. അപ്പോൾ നമ്മൾ വേറൊരു എന്തെങ്കിലും ലൂഫ പോലെയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചകിരി വെച്ചിട്ടോ ഒന്നും ബോഡിയിൽ അധികം ഹാർഷായിട്ട് ഉരച്ച് തേച്ച് കുളിക്കേണ്ട ആവശ്യമില്ല. ബോഡി ക്ലെൻസിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ബോഡി മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബോഡി മോയ്സ്ചറൈസേഷന് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ് ചേച്ചി നല്ല ഒരു ബോഡി മോയ്സ്ചറൈസർ എന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡോക്ടർ ഷെത്തിൻ്റെ ടീ ട്രീ ആൻഡ് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷനാണ്. ഇത് നല്ല ബോഡി ലോഷനാണ്.
ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്തും എക്സ്ഫോളിയൻ്റ് ഉണ്ട്. അതായത് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നതും ടീ ട്രീ എന്ന് പറയുന്നതും ആക്ച്വലി ബോഡിക്ക് എപ്പോഴും ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക ഷേവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ബംസൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബോഡി ലോഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മളുടെ ഈ ചിലർക്ക് സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയും, ചിലർക്ക് കെരാറ്റോസിസ് പിലാരിസ് എന്ന് പറഞ്ഞ ഒരു സ്കിന്നിനുള്ളൊരു അവസ്ഥയുണ്ട്. അത് കുറച്ച് ഡ്രൈ ആകുമ്പോഴാണ് ഉണ്ടാവുക, സ്ട്രോബെറി ലെഗ്സ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അത് വരുന്നവർക്കും ഇത് ആക്ച്വലി ഭയങ്കര ഇഫക്റ്റീവായ ഒരു ബോഡി ലോഷനാണ്. ഇത് അധികം റേറ്റും ഇല്ല, അഫോർഡബിൾ ആണ്, എന്നാൽ ആക്ച്വലി അത്യാവശ്യം നന്നായിട്ട് പോകുന്ന നല്ലൊരു ബോഡി ലോഷനാണ്. ഇനി ഇത് പറ്റാത്തവർക്ക് വിഷ് കെയറിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ട്. വിഷ് കെയറിൻ്റെയും ഈ പറഞ്ഞ AHA BHA അങ്ങനെ എന്തോ ഒരു ബോഡി ലോഷനാണുള്ളത്. അതും നല്ലതാണ്. അതും ഈ പറഞ്ഞ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ബോഡി ലോഷനാണ്. നമ്മൾ പറഞ്ഞ എക്സ്ട്രാ എക്സ്ഫോളിയേഷൻസ് ആവശ്യമില്ല. ഇതൊക്കെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ കൈമുട്ട്, കാൽമുട്ട് ഇതൊക്കെ ഭയങ്കര ഡാർക്കൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനും ഈ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി ലോഷൻ തന്നെ നമ്മൾ ഒരു രണ്ടാമത്തെ ഒരു ലെയറായിട്ടൊക്കെ എല്ലാ ദിവസവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതായത് നമ്മൾ ഹൈലി പൊട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ഫോളിയൻസ് യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഫേഷ്യൽ കെയർ ചെയ്തതുപോലെ തന്നെ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസേഷനും സൺസ്ക്രീനും ഒക്കെ ബോഡിക്കും ഇപ്പോൾ ആവശ്യമുണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ സൺ ഡാമേജ് ഒക്കെ അങ്ങനെയാണ്, അത്രയും പ്രശ്നമുള്ളതാണ്. അപ്പോൾ എന്നോട് കുറച്ച് അധികം പേരിങ്ങനെ പറയുന്നുണ്ട് സൺ എക്സ്പോഷറൊക്കെ കൊള്ളുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കൈയും കാലും ഒക്കെ ഭയങ്കര ഡാർക്കായിരിക്കുന്നുണ്ട് ചേച്ചി, അതിലെന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ടാനിങ് ഭയങ്കരമായിട്ടുണ്ട്, ബോഡിയിലൊക്കെ ഭയങ്കര ടാനിങ് ഉണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് ഈ പറയുന്ന പോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ബോഡിക്കും. വിഷ് കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബോഡി സൺസ്ക്രീൻ, അവരുടെ ബോഡി സൺസ്ക്രീൻ ലോഷൻ ഉണ്ട്, വാസലിൻ ഉണ്ട്, SPF 30 ഒക്കെ ഉള്ളത്. ഇതൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ബോഡിക്കാണ് സൺസ്ക്രീൻ വേണമെന്നുള്ളത് എങ്കിൽ. ഇപ്പോൾ ഫേഷ്യൽ സൺസ്ക്രീൻ ഒക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. നമുക്ക് ബോഡി സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതിന് റേറ്റും കുറവായിരിക്കും, ഓൾസോ അതിൻ്റെ ക്വാണ്ടിറ്റിയും നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ബോഡി ലോഷൻ കൂടാതെ നമ്മുടെ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനൊക്കെ അതിനൊരു കൈൻഡ് ഓഫ് ഓയിലുണ്ട്. അത് ഈ പറഞ്ഞാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ അവർ വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാം. മുമ്പ് പറഞ്ഞതുപോലെ ഈ എൽബോയിലും നീസിലും ഒക്കെ കുറച്ചും കൂടി ഡാർക്ക് ആയ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന മറ്റേ എക്സ്ഫോളിയൻസ് ഉണ്ട്, 15% AHA BHA പീലിംഗ് ലോഷൻസ് ഉണ്ട്. അതൊക്കെ ബോഡിയിലും അപ്ലൈ ചെയ്യാം. വേണമെന്നുള്ളവർക്ക് കയ്യിലും കാലിലും അത് അപ്ലൈ ചെയ്യാം. ബിക്കോസ് അത് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. പിന്നെ ഫേഷ്യൽ സ്കിന്ന് പോലെ അല്ല, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സ്കിന്നാണ് കയ്യിലും കാലിലും ഒക്കെ ഉള്ളത്, അതുകൊണ്ട്. ഇനി ബോഡി കെയറിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം എല്ലാവർക്കും വരുന്ന ഒരു കൺസേൺ ആണ്, എൻ്റെ കാല് കാണാൻ അത്ര ഭംഗിയില്ല, അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് ഭംഗിയാക്കി എടുക്കുക, കാലിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഡാർക്ക് ആവുന്നു, ഭയങ്കര ഡ്രൈ ആവുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഒരു 15 മിനിറ്റൊക്കെ ചൂടുവെള്ളത്തിൽ കാലൊന്ന് ഇറക്കി വെക്കുക, കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന പോലെ. ആ ഡാമ്പ് ആയ സ്കിന്നിൽ, അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെറ്റല്ല ഞാൻ പറയുന്നത്, അതായത് വെള്ളം കുറച്ച് മാറിയിട്ടും ഉണ്ടാവണം, എന്നാൽ കംപ്ലീറ്റ് നമ്മൾ തുടച്ചെടുത്തിട്ട് ഉണ്ടാവരുത്. അങ്ങനെയുള്ള ഡാമ്പ് ആയിട്ടുള്ള സ്കിന്നിൽ നമ്മൾ വെനൂസിയ എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ ഉണ്ട്, ആ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കോട്ടാറി എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്, അത് യൂറിയ ബേസ്ഡ് ക്രീമാണ്. അത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. അതിൻ്റെ എന്താ പറയുക ഹാർഡ്നെസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു ക്രീമാണ്. നോർമലി മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. പിന്നെ അതുമല്ലെങ്കിൽ സെറീന എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമുണ്ട്, അതിനകത്തും ആക്ച്വലി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയ AHA BHA ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ലതാണ്. അല്ലാതെ നമ്മൾ അതായത് ഒരുവിധം ഷോപ്പിലൊക്കെ ഉണ്ടാവും പ്യൂമിസ്റ്റോൺ ഒക്കെ ഉണ്ടാവും, അതെടുത്ത് നമ്മൾ കാലിലിട്ട് ഉരച്ച് കഴുകാറുണ്ട് ചിലർ. നമ്മൾ മറ്റേ അലക്കുകല്ലിൻ്റെ പുറത്ത് കൊണ്ടുപോയി കാലുരച്ച് കഴുകുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക ഡെഡ് സ്കിൻ സെൽസ് പോകും എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊക്കെ സ്കിന്നിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാല് കുറച്ച് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, പിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ സോക്സ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ വൂളൻ സോക്സിന് പകരം കോട്ടൺ സോക്സ് ഒക്കെ ഇടുക, കുറച്ചും കൂടി ബ്രീതബിളായ സോക്സ് ഇടുക. പിന്നെ പൊടിയിലേക്കും അഴുക്കിലേക്കും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള വിരലുകളും കാലിൻ്റെ ബാക്കിയുള്ള പാർട്ടും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളതിന് പകരം ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഇടുക, എന്തെങ്കിലും ഷൂസ് പോലെയുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഇടുക. അപ്പോൾ ആക്ച്വലി കാലിനെ നമുക്ക് നല്ല വൃത്തിയാക്കി എടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാൻ പറ്റും.
ഓൾസോ പിന്നെ ചെയ്യേണ്ട ഒരു സാധനം ഈ നഖമൊക്കെ എപ്പോഴും നഖം ഒക്കെ എന്താ പറയുക, അതിനും ഈ പറഞ്ഞ കെയർ ആവശ്യമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അതിൻ്റെയൊക്കെ ഹെൽത്ത് നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. കൈയുടെയും കാലിൻ്റെയും ഒക്കെ നഖം നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അപ്പം നഖം എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് നമ്മളുടെ ഇതിൻ്റെ ക്യൂട്ടിക്കിൾസൊക്കെ, അതായത് ഈ ഓരോ നഖത്തിൻ്റെയും ചുറ്റിനും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലും കൈയും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നമ്മുടെ കാലും കൈയും ഒക്കെയാണ് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ നമ്മുടെ കൈ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക വെച്ചാൽ അത്രയും മൂവ്മെൻറ്റ്സ് കൈക്കുള്ളത് കൊണ്ട് ഇതിങ്ങനെ എപ്പോഴും സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ സ്കിന്ന് പെട്ടെന്ന് തന്നെ പ്രായമാകാനും അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരുപാട് ചുളിവുകൾ വരാനും ഈ ഫോൾഡുകളൊക്കെ വരാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഈ പറഞ്ഞ എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും കോട്ടാറിലെ പോലെയുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ കൈ ഇങ്ങനെ ഹാൻഡ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ തേക്കുന്നവരുണ്ടാവും, ഇങ്ങനെ മാത്രം തേക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ക്രീം എടുത്തിട്ട് ഓരോ സ്ഥലത്ത് വിട്ടിട്ട് ഈ ഒരു ഏരിയയൊക്കെയുള്ള ഈ നക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ വിരലിൻ്റെയും എടുത്തിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ ഫോൾഡിലേക്കൊക്കെ അത് പോവുള്ളൂ, അല്ലെങ്കിൽ ആ ഫോൾഡൊക്കെ അത്രയും മോയ്സ്ചറൈസ്ഡ് ആവുള്ളൂ. കൈയുടെ ആ ഒരു മോയ്സ്ചറൈസർ വന്നാലേ ആ ഇലാസ്റ്റിസിറ്റിക്കൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ ഒന്ന് കൂടുള്ളൂ. ഇനി അതല്ല, നമ്മൾ ഫേസിലൊക്കെ ഇടുന്നത് പോലെ തന്നെ നയാസിനമൈഡ് പോലെയുള്ള ആക്റ്റീവ്സ് ബോഡിയിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സെറ്റഫിലിൻ്റെ ബോഡി മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ട്. അതും നയാസിനമൈഡ് ചേർന്നാണ്. അത് ആക്ച്വലി ഭയങ്കര വിസിബിൾ റിസൾട്ട് തരുന്ന ഒന്നാണ്. കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വിസിബിൾ റിസൾട്ടൊക്കെ കിട്ടുന്നതാണ്. അതിനകത്ത് നയാസിനമൈഡ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ. ഈ സെറ്റഫിലിൻ്റെ നയാസിനമൈഡിൻ്റെ ബോഡി ലോഷൻ അല്ലാതെ തന്നെ വേറെയും പല ബ്രാൻഡ്സിനും ഇപ്പം ബോഡി ലോഷൻസ് നയാസിനമൈഡ് കണ്ടൻറ്റ് ഉള്ളത് അവൈലബിൾ ആണ്. അതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബോഡി കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ ബോഡി നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബോഡിക്ക് ആവശ്യത്തിനുള്ള കെയർ കൊടുത്ത് നന്നായിട്ട് ഇരിക്കാൻ മാത്രമേ അത് എങ്ങനെ സ്മെല്ല് ചെയ്യുന്നതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അണ്ടർ ആം ഡാർക്ക്നെസ്സിനെ പറ്റിയോ അങ്ങനെയുള്ള അതിൻ്റെ കെയറിനെ പറ്റിയുള്ള വീഡിയോ വേറെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പെർഫ്യൂംസ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ, അതുപോലെ ബോഡി മിസ്റ്റുകളുണ്ട് കുറച്ചും കൂടെ മൈൽഡായിട്ടുള്ളത്, ഡിയോഡ്രൻസ് ഉണ്ട്, പിന്നെ EDT ഉണ്ട്. അതായത് കുറച്ചും കൂടി EDP ആണ് പെർഫ്യൂംസ്, കറക്റ്റ് നോർമലി യൂസ് ചെയ്യുന്ന പെർഫ്യൂം അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്നതാണ് EDT. ഇപ്പോൾ പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനും നന്നായിട്ട് നമ്മൾ സ്മെല്ല് ചെയ്യാനും എന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പൾസ് പോയിന്റിൽ മാത്രം പെർഫ്യൂം അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പൾസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ കൈയുടെ 2 സ്ഥലത്ത് ഇവിടെയും, പിന്നെ നമ്മളുടെ ഇവിടെ ഈ ചെവിയുടെ ബാക്കിൽ ഈ ഒരു ക്ലീവേജിൻ്റെ അവിടെ, പിന്നെ വേണമെങ്കിൽ ഈ 2 സൈഡ് ഇവിടെ ഈ ഒരു 2 എൽബോസിൻ്റെ ഉള്ളിൽ, ഇങ്ങനെയുള്ള ഇത്രയും സ്ഥലത്ത് പെർഫ്യൂം അടിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ ഡ്രസ്സിലും കൂടി അടിച്ചു, അല്ലാതെ ബോഡിയിൽ എവിടെയും ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് പെർഫ്യൂം അടിക്കേണ്ടതില്ല. അതായത് അണ്ടർ ആമിലോ ഒന്നും കൊണ്ടുപോയി പെർഫ്യൂം അടിക്കേണ്ടതില്ല, ആ സ്മെല്ല് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.